എന്തായാലും ആവേശം വാനോളം ഉയരുന്നു. ഇടതുപക്ഷ ഇടക്കരയിൽ ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ എംസറായ നേതൃത്വത്തിലെ റോഡ് ഷോ വരുന്നുണ്ട്. UDFിൻ്റെ റോഡ് ഷോ ഇങ്ങോട്ടേക്ക് എത്തുന്നു. BJPയും അത് മോശമാക്കുന്നില്ല. PV അൻവർ എന്തായാലും ഈ പരസ്യ പ്രചരണത്തിനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അതിന് കാരണം അദ്ദേഹം പറയുന്നത് വലിയ ഗതാഗത കുരുക്കാണ് എന്ന് പറയുന്നത്. മാത്രമല്ല അവസാന നിമിഷവും ഒരുപക്ഷെ PV അൻവർ ഒരു കൊട്ടിക്കലാശത്തോട് സമാനമായ രീതിയിൽ മിനിഞ്ഞാന്ന് അവിടെ വലിയ റോഡ് ഷോ ഒക്കെ നടത്തിയതാണ്. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയാവണം അൻവർ കൊട്ടിക്കലാശത്തിലില്ല എന്ന് തീരുമാനിക്കുന്നത്. ഇതിപ്പോൾ ഗതാഗത കുരുക്കാണ്. മാത്രമല്ല പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട താൻ എന്താണ് മുന്നോട്ട് വെക്കുന്ന ആശയം അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവസാന മണിക്കൂറിൽ ശ്രമിക്കുക എന്നൊരു ആഹ്വാനമാണ് പ്രവർത്തകർക്ക് PV അൻവർ നൽകിയിരിക്കുന്നത്. അൻവർ ഫാക്ടർ അതെങ്ങനെയാകും എന്നുള്ളതാണ് അറിയാൻ. അൻവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ജയിക്കും എന്ന് തന്നെ അൻവർ പറയുകയാണ്. ഇനി അൻവർ ജയിക്കുന്നില്ലെങ്കിലും ആരുടെയെങ്കിലും ജയത്തിൻ്റെയോ ആരുടെയെങ്കിലും പരാജയത്തിൻ്റെയോ കാരണക്കാരനാവാൻ PV അൻവറിന് കഴിയും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ദീപക് നിർമ്മണം കൂടി ചേരുന്നുണ്ട്. ദീപക്, ചാലിയാറ് പോലെയാണ് നിലമ്പൂർ. നമ്മൾ അവിടെ നേർക്കാണുന്ന കാഴ്ചയല്ല. അവിടെ പല കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്, പല വിഭാഗങ്ങളുണ്ട്, പല സമുദായ സംഘടനകളുണ്ട്. ആ സമുദായ സംഘടനകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അന്തർസംഘർഷങ്ങളുണ്ട്. അതുകൊണ്ട് അടിയൊഴുക്കുകൾ അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ദീപക്. ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാഷ്മി പറഞ്ഞതുപോലെ നിലമ്പൂർ ചാലിയാർ പോലെയാണ്. പക്ഷേ നിലമ്പൂർ തേക്ക് ഉൾക്കാതൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉള്ളടക്കത്തിൽ രാഷ്ട്രീയമുണ്ടാകും നിലമ്പൂരിന്. അതെന്താണെന്ന് പ്രവചിക്കുക അല്ലെങ്കിൽ കണക്ക് കൂട്ടുക അത്ര എളുപ്പമല്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. കാരണം ചാലിയാർ പോലെ പരന്നു കിടക്കുന്ന മണ്ഡലം, ആ മണ്ഡലത്തിന് തേക്കിൻ്റെ തടിയുടെ ഉൾക്കാതൽ പോലെയുള്ള ഒരു രാഷ്ട്രീയം കൃത്യമായുണ്ട്. അത് സമുദായ താല്പര്യമാകാം, വന്യജീവി ആക്രമണത്തിനെതിരായ പ്രതിഷേധമാകാം, മതേതരത്വം ഉയർത്തിപ്പിടിക്കലാകാം. അങ്ങനെ ഘടകങ്ങൾ എന്തൊക്കെയായാലും ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ വിധി പ്രവചനാതീതമായി മാറുന്ന പ്രചരണങ്ങളാണ് നടക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ക്യാമറാമാൻ രാജേഷ് പിള്ളരി കൊണ്ട് പകർന്ന ദൃശ്യങ്ങളിൽ കാണാം, നേർക്കുനേർ പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിൽ ശക്തി പ്രകടനമായി മാറുന്ന കാഴ്ചയാണ് നിലമ്പൂർ നഗരത്തിൽ കാണുന്നത്. ഒരു ഭാഗത്ത് CPIഎമ്മും മറുഭാഗത്ത് BJPയും തൊട്ടപ്പുറത്ത് കോൺഗ്രസുമായി UDFുമായി വലിയ രീതിയിലുള്ള പ്രചരണ കൊട്ടിക്കലാശം ഒരുപക്ഷെ നമ്മൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണാറുണ്ട്. കൊട്ടിക്കലാശം വീറും വാശിയുമുള്ളതാകും. പക്ഷേ ഇത് അതുക്കും മേലെയാണ് നിലമ്പൂരിൽ. ഒരുപക്ഷെ ചാലിയാർ പോലെ പരന്നൊഴുകുകയാണ് ജനം പ്രചരണത്തിനായി, കൊട്ടിക്കലാശത്തിനായി. ഹാഷ്മി, ഒരു രാഷ്ട്രീയ ചാലിയാർ അവിടെ കുതിച്ചൊഴുകാൻ തുടങ്ങുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും പല നദികൾ, പല രാഷ്ട്രീയ മനുഷ്യ നദികൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കുട്ടിക്കലാശമാകുമ്പോഴേക്കും അതിൻ്റെ പരമാവധിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. കാര്യം അത്രത്തോളം ആവേശമുണ്ടാക്കിയ ഒരു പ്രചരണ കാലയളവിനാണ് ഇപ്പോൾ 21 ദിവസങ്ങൾ നിലമ്പൂർ സാക്ഷിയായത്. അത് നേരത്തെ പറയുന്നത് പോലെ PV അൻവർ വാർത്താ സമ്മേളന പരമ്പരകൾ, അതിന് കഴിഞ്ഞ് മലപ്പുറം പരാമർശം, ക്ഷേമ പെൻഷൻ, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി വോട്ടുകൾ, അങ്ങനെ പല രാഷ്ട്രീയ വിഷയങ്ങൾ അവിടെ ആഞ്ഞു ചർച്ചയായ ദിവസങ്ങൾക്കൊടുവിൽ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് മറ്റന്നാൾ പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചാനലുകൾ ചർച്ച ചെയ്ത അവിടുത്തെ വിഷയങ്ങൾ ജനങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജനം അത് ചർച്ച ചെയ്യുന്നുണ്ടോ? അത് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ജനത്തെ ഈ പറയുന്ന വിഷയങ്ങളിൽ ഒന്നെങ്കിലും ഒറ്റ വിഷയം, ഈ പറയുന്ന മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നമല്ലാതെ മറ്റേതെങ്കിലും ഒരു വിഷയം അവരെ സ്വാധീനിക്കുന്ന നിലമ്പൂരിൽ ഒരു 50% ആളുകളെങ്കിലും ദൈനംദിന ജീവിത പ്രശ്നങ്ങളോട് നേർക്കുനേർ മല്ലിടുന്ന മനുഷ്യന്മാരാണ്. അവരുടെ പ്രയോറിറ്റി അവരുടെ ദൈനംദിന ജീവിതമാണ്. ആ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ ഉഴലുന്നവന് വലയുന്നവന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ തൽപരനാണോ എന്ന കാര്യമൊക്കെ നമുക്ക് 19-ാം തീയതിയും പിന്നീട് 23-ാം തീയതിയുമാണ് അറിയാൻ കഴിയുക.